നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം താനാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെപ്പോലൊരു താരത്തെ താൻ വേറെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. പല താരങ്ങളും അതിന് അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കട്ടച്ചങ്കായ മാഴ്സലോയോട് അതേ ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ? അദ്ദേഹം ഇപ്പോൾ ലാ റിവോൾട്ട എന്ന പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മുണ്ടോ ഡിപ്പോർട്ടിവോ അതിലധികം സംസാരിച്ച കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പം അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ്, ആരാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം? അദ്ദേഹത്തിൻ്റെ മറുപടി, അങ്ങനെ നമുക്ക് ഒരാളെ ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലയണൽ മെസ്സിയുടെ കാര്യം നോക്കുക. യെസ്, അദ്ദേഹത്തെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് പ്ലെയറാണ്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. നിങ്ങളൊരു പക്ഷേ അദ്ദേഹം എന്നെ ഡ്രിബിൾ ചെയ്ത് കടന്നു പോകുന്ന വീഡിയോ കാണിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും. അദ്ദേഹം എന്നെ മറികടന്നു പോകുന്നത് എനിക്ക് കാണാൻ പോലും പറ്റിയിരുന്നില്ല. വെരി ഫാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം കടന്നു പോയിരുന്നത്. ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ജനിച്ച സ്ഥലമെന്ന് പറഞ്ഞാൽ ഡ്രിബിളിങ്ങിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അല്ലാതെ നമ്മൾ ഡ്രിബിൾ പാസ് ചെയ്ത് കടന്നു പോകുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ മെസ്സിയുടെ പ്രകടനത്തിൽ എനിക്ക് വലിയ ആദരവും സന്തോഷവും ഒക്കെ ഉള്ളൂ. ഇനി ബെസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി എന്ന രൂപത്തിൽ മെസ്സിയെ കാണണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പും കളിച്ചവരെയൊക്കെ നമ്മൾ നോക്കണം. മറഡോണ, പെലെ, സ്റ്റെഫാനോ, ക്രൈഫ്, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെസ്സിയുമായിട്ടുള്ള കാര്യത്തിൽ മെസ്സിയെ തടയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒക്കെ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും അതൊന്നും നടന്നിട്ടില്ല. മെസ്സിയെ പിടിക്കുക എന്നുള്ളത് നടന്നിട്ടില്ല. അതേസമയം ആരാണ് മികച്ച താരം എന്ന് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ അദ്ദേഹമാണ് ബെറ്റർ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചില ഘട്ടങ്ങളിൽ നമുക്കറിയാമല്ലോ, ഈ രണ്ടുപേരും തമ്മിൽ വലിയ രൂപത്തിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. ക്രിസ്ത്യാനോ ഒരു ഗോളടിച്ചാൽ മെസ്സി 2 ഗോളടിക്കുന്നു, മെസ്സി 2 ഗോളടിച്ചാൽ ക്രിസ്ത്യാനോ 3 ഗോളടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കണ്ട് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പക്ഷേ ചെയ്യുന്നത് എന്താ, അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അത് ആസ്വദിക്കാൻ മറക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ബാഴ്സയിലെ പല താരങ്ങളോടും തനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നെന്നും ജെറാർഡ് പീക്കെ വളരെ ഓതൻറ്റിക്കും സിൻസിയറുമായിട്ടുള്ള ആളാണെന്നും അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമാണുള്ളതെന്നും പുയോൾ, ചാവി, ഇനിയസ്റ്റ തുടങ്ങിയവരെ താൻ വളരെയധികം ബഹുമാനിക്കുന്നു എന്നുകൂടി ഇപ്പോൾ മാർസലോ പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.